ഓ, എടി പെണ്ണേ, രാവിലെ പുട്ടാണോ ഉണ്ടാക്കിയത്? ആ പുട്ടാ ഉണ്ടാക്കി. അമ്മയ്ക്ക് പുട്ട് ഇഷ്ടമില്ല. ഓ, എനിക്കൊന്നും ഇഷ്ടമില്ല പുട്ട്. എനിക്ക് ഇഷ്ടമില്ലാത്തൊരു പലഹാരം പുട്ട്. എന്താണെന്നറിയില്ല, പുട്ടിനോടൊരു താല്പര്യമില്ലായ്മയാണ്. പിന്നെ ഉണ്ടാക്കാനൊക്കെ കാര്യം എളുപ്പം, പക്ഷെ ഇഷ്ടമില്ല എനിക്ക്. അമ്മ എന്നാ പിന്നെ ഞാൻ വേഗം ഉണ്ടല്ലോ ഇച്ചിരി ഉപ്മാവ് ഉണ്ടാക്കി തരാം. റവ ഉണ്ടല്ലോ, പെട്ടെന്ന് അമ്മയ്ക്ക് മാത്രം ഉണ്ടാക്കി തരാം വേഗം. ഇനിയിപ്പം വേറെ ചായക്കടി ഒന്നും ഉണ്ടാക്കട്ടെ. ഇതെന്നെ ഹോട്ടലാണോ? രണ്ടും മൂന്നും കൂട്ടം ചായക്കടി രാവിലെ ഉണ്ടാക്കാൻ വേണ്ടിട്ട്. ചേട്ടനൊക്കെ വയറ് നിറച്ചും കഴിച്ചായിരുന്നല്ലോ. അമ്മേനോട് രണ്ടാമത് വാങ്ങി കഴിച്ചു, ചിക്കൻ കറി ഉണ്ടായിരുന്നോണ്ടേ. ആ, നീ വന്നേ പിന്നെ ഇടയ്ക്ക് ഈ പുട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഞാനും ഉണ്ടാക്കാറൊന്നുമില്ല, എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടേ ഞാൻ ഉണ്ടാക്കി തരാം. ഞാൻ എന്തെങ്കിലും പൂരിയോ ചപ്പാത്തിയോ ഒക്കെ ഉണ്ടാക്കുന്ന എപ്പോഴും. രാവിലെ അച്ഛനും വയറ് നിറച്ച് പുട്ട് കഴിച്ചിട്ടാ പോയത്. അങ്ങേര് ഇവരെ തിരിച്ചു കടിക്കാത്ത എല്ലാം കഴിക്കും. എല്ലാ സാധനങ്ങളും, ഒരു സാധനം അങ്ങനെ ഇന്നതൊന്നൊന്നുമില്ല. വാഴ നനയ്ക്കാൻ പോയോ അച്ഛൻ രാവിലെ? അച്ഛൻ പോയി നനയ്ക്കാൻ പോയി. അമ്മയോട് പറഞ്ഞേക്കാൻ പറഞ്ഞു. അമ്മ പാലിന് പോയേക്കുമല്ലായിരുന്നോ. ആ, വെയിലാകുന്നതിന് മുമ്പ് പോയി നനച്ചിട്ട് വരട്ടെ. അല്ലമ്മ, അപ്പൊ അമ്മ രാവിലെ ഇപ്പൊ എന്താ കഴിക്കുക? വിശക്കൂലേ? ഇനിയിപ്പോ ഇന്നലത്തെ കഞ്ഞി ഇരിപ്പില്ലേ? കഞ്ഞി ഇച്ചിരി തൈര് ഒഴിച്ച് മുളക് പൊടിച്ച് കഞ്ഞി കുടിക്കാം. ആ ആ രമേ, രമേ, ആ എടി പിന്നെ കുറച്ച് ചായപ്പൊടി തന്നേ. അവിടെയാണെങ്കിൽ ചായപ്പൊടി തീർന്നു പോയി. കാപ്പിപ്പൊടി കാര്യം പറഞ്ഞാൽ ഇരിപ്പുണ്ട്. പക്ഷെ ഒരാൾ അവിടെ തേങ്ങയിടാൻ വന്നിട്ടുണ്ടെന്നേ, രാവിലെ വന്നിട്ടുണ്ട്. അപ്പൊ അയാൾക്ക് കാപ്പി വേണ്ടെന്ന്, ചായ മാത്രമേ കുടിക്കത്തുള്ളെന്ന്. ആണോ? അതുകൊണ്ട് നോക്കുമ്പോ ഒട്ടുമില്ല ചായപ്പൊടി. ഞാൻ ഇപ്പൊ എടുത്തോണ്ട് വരാം, വാ. എന്താ? യോ, ചായപ്പൊടി അപ്പാടി ഇങ്ങ് എടുത്തോണ്ട് പോകുന്നു. ഇവിടെ വേണ്ടേ? അത് കൊണ്ടുപോയി, ഇവിടെ വേറെ ഉണ്ട്. അങ്ങേര് കഴിഞ്ഞ പ്രാവശ്യം വയനാട്ടിൽ പോയപ്പോ ഒരുപാട് കൊണ്ടുവന്നില്ലേ? ഞാൻ നാത്തൂന് തന്നില്ലേ ഒരു കൂട്? അതിന്റെ ബാക്കി ഇവിടെ ഇരിപ്പുണ്ട്. ഇവിടെ ഈ പറഞ്ഞ ചായ കുടിക്കലൊക്കെ കുറവാ. അതുകൊണ്ട് അത് കൊണ്ടുപോയിക്കും. ആ ആ നീതു എന്തിയാ കണ്ടില്ലല്ലോ. ഞാൻ ഇവിടെ ഉണ്ടമ്മായി. ഞാനേ മത്തി വൃത്തിയാക്കുമായിരുന്നു. മത്തി ആയതുകൊണ്ട് മണക്കും കേട്ടോ. ഓ, മണമൊന്നുമില്ല. മത്തി മാത്രമേ കിട്ടിയുള്ളോ? മത്തിയാ കിട്ടിയത്. എനിക്ക് ഈ മത്തി കാണുമ്പോൾ തന്നെ എനിക്ക് ദേഷ്യം വരും. അത് കുഞ്ഞു മത്തി, എന്തോരം ഒരു കൂട് നിറച്ച് ഈ ചെറുക്കൻ വാങ്ങിക്കൊണ്ട് വന്നതെന്നേ. ശോ, ഈ മത്തിയുടെ മണം അടിച്ചാൽ എനിക്ക് അങ്ങോട്ട്, എന്റെ ദൈവമേ, ഇത്രയും ഒരു മണമുള്ളത് ഭയങ്കര ചെതുമ്പലുമല്ലേ. എനിക്ക് കാണുന്നത് ദേഷ്യമായി. ഞാൻ അയ്യോ, ഇവള് ഒത്തി ഇരുന്നിട്ട് വൃത്തിയാക്കുന്നുണ്ടായിരുന്നു. എപ്പൊ തുടങ്ങിയതാണെന്നറിയാമോ? അതിനെന്താ അമ്മേ, മത്തി നല്ല രുചിയുള്ള മീനല്ലേ, അല്ലേ അമ്മായി? ഓ, എന്നാ രുചി. ഞാൻ പോവും, എനിക്ക് മത്തി ഇഷ്ടമൊന്നുമില്ല കൊച്ചേ. ഞങ്ങൾ അവിടെ മേടിക്കാറൊന്നുമില്ല. ഞാൻ പോവാ എന്നാ പിന്നെ കേട്ടോ. അയാളെ ചായക്ക് നോക്കുന്നുണ്ടാവും എന്നെ. വിളിച്ചാൽ കേൾക്കില്ല, പോട്ടെ. ആ ആ ഞാനും വരാം കുറച്ച് കഴിയുമ്പോ, തേങ്ങയൊക്കെ പറക്കി കൂട്ടാൻ വേണ്ടിട്ടേ. അതും ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അപ്പൊ ഞാനും കൂടി വന്നേക്കാം. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇറങ്ങാം കേട്ടോ. ഞാനത് അങ്ങോട്ട് പറയാൻ വേണ്ടി ഇരിക്കുവായിരുന്നു. നീയും കൂടി വാ, എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ആയി തരാം കേട്ടോ. വാ. ആ, വേഗമേ എനിക്കും കൂടെ പോണം. നാത്തൂൻ ഒറ്റയ്ക്ക് മടുത്തു പോവും. തേങ്ങ കുറയില്ലേ? അല്ലേ കൊച്ചെ, നീ പറഞ്ഞിട്ടാണോ അവൻ അത്രയും മത്തിയും മേടിച്ചുകൊണ്ട് വന്നത്? അല്ലമ്മേ, മീൻ ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴാണ് മത്തിയാന്ന് ഞാൻ അറിയുന്നത്. ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. അതിനിപ്പോ എന്താ കുഴപ്പം? മത്തി പൊരിച്ചാലും നല്ല രുചിയാ, കറി വെച്ചാലും നല്ല രുചിയാ. ഇഷ്ടംപോലെ ചോറ് കഴിക്കാം. ഓ, പിന്നെ ആ സാധനം വെട്ടി വൃത്തിയാക്കി വരുമ്പോഴത്തേക്കും മനുഷ്യന്റെ നടുവും കൂരം പോവും. ഈ അമ്മയുടെ വർത്തമാനം കേട്ടാ വിചാരിക്കും ആ മത്തി മുഴുവനും വൃത്തിയാക്കിയത് അമ്മയാന്ന്. അമ്മ അതിന്റെ അയലോക്കത്ത് വന്നിട്ടില്ല. ഞാൻ ഒറ്റയ്ക്ക് വൃത്തിയാക്കിയിട്ട് എനിക്കില്ലാത്ത കുഴപ്പം അമ്മയ്ക്ക്. അയ്യോ അയ്യോ. എടി പെങ്കോച്ച, നീ അരിപ്പത്തവി എടുത്തായിരുന്നോ? ഞാനിവിടെ മുഴുവനും പരതി പരതി പരാതി മടുത്തു. അടുക്കളയിലും വർക്കേരിയയിലും എല്ലാം നോക്കി, കാണുന്നില്ല. ഓ, ഞാൻ കുറച്ച് പച്ചക്ക വറുത്തിട്ടുണ്ടായിരുന്നമ്മേ. അപ്പൊ തവി അപ്പുറത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. ഓഹ്, എന്റെ ദൈവമേ, നീ എന്തെങ്കിലും ഒരു സാധനം, പാത്രം എന്തെങ്കിലുമൊക്കെ ആയാലും എടുത്തിട്ട് നീ അത് എവിടെ നിന്നാണോ എടുത്ത് അവിടെ തന്നെ തിരിച്ചു വെക്ക്. ഞാൻ വെക്കുന്ന ഒരു സാധനം മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അറിയത്തില്ല. എനിക്കാണെങ്കിൽ ഞാൻ വെക്കുന്ന സാധനം മാറ്റി വെക്കുന്ന എനിക്ക് ഒട്ടും ഇഷ്ടവും ഇല്ല. ഓ, എനിക്ക് പരതി 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 എത്ര നേരമായി പരതാൻ തുടങ്ങിയിട്ട് പറയാം. എനിക്കങ്ങ് തലവേദന എടുക്കുമോ എനിക്ക്? ഇങ്ങനെ ഒരു സാധനം എനിക്ക് പരതുന്ന അത്ര ദേഷ്യം വേറൊന്നുമില്ല. എനിക്ക് ഒന്നാമത് ഇയർ ബാലൻസിന്റെ പ്രശ്നമുള്ളതാ. ഓ, ഇങ്ങനെ തപ്പി തേടി ഇങ്ങനെ നടക്കാനൊന്നും പറ്റിയില്ല. എവിടെ വെച്ചെന്ന് വെച്ചാ വാ, ഒന്ന് എടുത്തതാ. ആ അയ്യോ. അയ്യോ അമ്മയെ, പുറത്തിട്ട് ചെരുപ്പിട്ട് കയറിയോ? ഷോ, ഞാൻ ഇപ്പൊ തുടച്ചിട്ടതേ ഉള്ളൂ. അവിടെയൊക്കെ വെള്ളമുണ്ട്, തെന്നി വീഴരുത്. ഓ, ഇവിടെ വെള്ളം ഉണ്ടായിരുന്നോ? എന്റെ കണ്ണങ്ങും പിടിക്കുകയില്ല, ഞാൻ കണ്ടുമില്ല. ഞാനവിടെ തേങ്ങയും പറക്കി കൂട്ടി. പിന്നെ നാത്തു ഇച്ചിരി ചോറ് തന്നു. അത് നിന്നിട്ട് ഇങ്ങ് പോരുമായിരുന്നു. മടുത്തു. അയ്യോ, നടുവിനൊക്കെ വേദന എടുക്കുക. അതെ, അച്ഛൻ പറഞ്ഞില്ലായിരുന്നോ സാമ്പാറാക്കണം? ആക്കിയായിരുന്നോ ഉച്ചക്കത്തേക്ക്? സാമ്പാറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നാ ഇപ്പൊ ഇവിടെ ചെളിയായെന്ന് തോന്നുന്നു. ഒന്നും കൂടെ തുടച്ചിടും. ഞാൻ ആ ചെരുപ്പ് വിട്ട് കയറി. പിന്നെ ഞാൻ ഇച്ചിരി കിടക്കട്ടെ. ഷോ, ഈ അമ്മ പുറത്തൂടെ പറമ്പിലൂടെ എല്ലാം പോയി ചെരുപ്പിട്ടങ്ങ് കയറി. ഒന്നും കൂടി തുടച്ചില്ലെങ്കിൽ. അമ്മ, സാമ്പാറിൽ ഉപ്പിട്ടായിരുന്നോ?
ഞാൻ ഉപ്പിട്ടത് പാകത്തിനായിരുന്നു. ഇപ്പൊ നോക്കുമ്പോ ഭയങ്കര ഉപ്പ്. ഞാൻ നോക്കിയപ്പോ ഉപ്പ് ഭയങ്കര കുറവ്. അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഉപ്പിട്ടു. എനിക്കാണെങ്കിൽ നല്ല ഉപ്പ് വേണം കറികൾക്കൊക്കെ. എന്റെ പാകമാണ് ഇവിടുത്തെ എല്ലാവരുടെയും പാകം. അതുകൊണ്ട് ഞാൻ ഉപ്പിട്ടു. എന്നാലും ഉപ്പിച്ചിരി കൂടിപ്പോയമ്മേ. അത്ര ഉപ്പൊന്നും ഇടരുതെന്ന് കേട്ടോ. നീ എന്ത് വെച്ചാലും അല്ലെങ്കിൽ ഉപ്പില്ല. നീ എന്ത് വെച്ചാലും പുറകെ ഉപ്പ് ഇട്ടുകൊണ്ട് പുറകെ നടക്കാറാ പതിവ്. ഇവിടെ ഉപ്പ് വേണം നല്ലോണമേ. ഇവിടുത്തെ അച്ഛനും അവനും ഒന്നും അധികം വേണ്ട. പക്ഷെ എനിക്ക് ഉപ്പ് വേണ്ടത് കൊണ്ടിട്ട് പിന്നെ അവരും അങ്ങനെയാ കഴിക്കാറ്. ഞാൻ പോകണ്ടെന്ന് പറഞ്ഞൊന്നുമില്ല. എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് ഞാൻ ഓർത്തു. അവനിങ്ങോട്ട് വരട്ടെ. അവനെ കണ്ടിട്ട് അമ്മായി എന്ന നിലയിൽ ഒരു 10 വർത്താനം പറഞ്ഞിട്ടേ ഞാൻ പോകുന്നുള്ളൂ. കൊള്ളാലോ. അവളുടെ അച്ഛൻ എടുത്തു കൊടുത്ത വീടല്ലേ. അച്ഛൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്ക് ഒരു വീട് ആക്കി കൊടുക്കൂന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഇവിടുന്ന് 4 കിലോമീറ്റർ എടുത്താ, ചുണ്ടലിമുക്കിലാ. എന്റെ ദൈവമേ, എന്ത് കാര്യത്തിന് അവളുടെ അച്ഛനിപ്പോ വീടെടുത്ത് കൊടുത്തത്? ഇവിടെ എന്റെ അത്യാവശ്യത്തിന് വീടില്ലേ? ഇവർക്ക് മാത്രം താമസിക്കാൻ ഒരു വീടൊക്കെ എടുത്ത് ആക്കി കൊടുത്തേക്കുന്നത്. അമ്മായി, ഞങ്ങൾ അങ്ങോട്ട് വന്ന് പറയാൻ വേണ്ടിയിട്ടൊക്കെ ഇരിക്കുമായിരുന്നു. എന്റെ പേരിൽ അച്ഛൻ കുറച്ച് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറച്ച് പൈസ. അപ്പൊ അതിന് കല്യാണമൊക്കെ ആകുമ്പോഴത്തേക്ക് സ്വർണം വാങ്ങിക്കാലോ എന്ന് വിചാരിച്ചു. പിന്നെ ഈ സ്വർണത്തിന്റെ വില ഓർത്തപ്പോ അച്ഛൻ പറഞ്ഞു സ്വർണം അധികം എടുക്കണ്ട, നമുക്കൊരു വീട് എടുക്കാം. അങ്ങനെ അച്ഛൻ എടുത്തു തന്ന വീടാണ്. എടി മോളെ, ഇവർക്ക് ആകെ 2 മക്കളല്ലേ ഉള്ളൂ. ഒരു മകളുള്ളതിനെ കെട്ടിച്ചു വിട്ടു. പിന്നെ ഒരു മകനുള്ളതല്ലേ ഇവരെ നോക്കേണ്ടത്. ഈ പ്രായമായ അച്ഛനും അമ്മേനെ തനിച്ചാക്കിയിട്ട് നിങ്ങൾ അങ്ങനെ മാറി താമസിക്കാന്ന് പറയുമ്പോ എന്തൊരു കഷ്ടമാ അത്. അതിന് ഞങ്ങൾ ഇവിടെ അച്ഛനും അമ്മയെ നോക്കൂലെന്ന് ആരാ പറഞ്ഞത്? ഞങ്ങൾ വരികയും നോക്കി അന്വേഷിക്കുകയും ചെയ്യും. ഇപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും നല്ല ആരോഗ്യം ഉണ്ടല്ലോ. ഞങ്ങളുടെ ആവശ്യം വരുന്നൊരു സമയത്ത് ഞങ്ങൾ എന്തായാലും വന്ന് നോക്കും. അങ്ങനെ ഞങ്ങൾ ഉപേക്ഷിച്ചിട്ട് പോകുമൊന്നുമല്ല. പിന്നെ മാറി നിൽക്കുവാണെങ്കിൽ എപ്പോഴും ഒരു സ്നേഹം ഉണ്ടാവും. ഇവിടെ അടുത്ത് തന്നെയല്ലേ. കൊള്ളാം. അതിനിവിടെ ഇപ്പൊ നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിട്ടാണോ ജീവിക്കുന്നത്? ആണോ? അങ്ങനെ ഞങ്ങൾ തമ്മിൽ വഴക്കൊന്നുമില്ല. വഴക്കൊന്നും ഇടാണ്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. നമുക്ക് നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതം ആന്റി? അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നതിൽ നല്ലത് മാറി താമസിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ തീരുമാനിച്ചല്ല, തീരുമാനിച്ചുറപ്പിച്ച് പോയേ അടങ്ങുള്ളൂ. ആ അത് തീരുമാനിച്ചത് അമ്മായി. നിനക്ക് ഇതിനകത്തൊന്നും പറയാനില്ലേ? നീ ഇതങ്ങ് സമ്മതിച്ചു കൊടുത്തോ? ആകപ്പാടുള്ളൊരു മകനാ. അവൻ ആള് കൊള്ളാലോ. ഭാര്യയുടെ വാക്കും കേട്ടിട്ട് മാറി താമസിക്കാൻ പോകുന്നു അവളുടെ അച്ഛൻ കൊടുത്ത വീട്ടിലേക്ക്. നീ ഇതൊക്കെ സമ്മതിച്ചു കൊടുത്തു. നിനക്ക് നിന്റെ മകൻ കൂടെ വേണമെന്നില്ലേ? പോട്ടെന്നേ. ഇതിപ്പോ ഇവിടെ ബാക്കിയുള്ളവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അല്ല പിന്നെ ഇപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കഴിഞ്ഞു കൂടാനുള്ളതൊക്കെ പറമ്പിൽ നിന്ന് തന്നെ കിട്ടും, ധാരാളം ഉണ്ട്. പിന്നെ ഇപ്പൊ അവൻ പറഞ്ഞ എല്ലാ മാസവും ഒരു തുക കൊണ്ടുതരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ മതി. ഇപ്പൊ പറ്റാതാവുന്ന കാലത്തല്ലേ. ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ. പോട്ടെന്നേ. ഇപ്പൊ ഞാനിപ്പോ എന്ത് പറയാൻ വേണ്ടിട്ട് ഇതിനകത്ത് നീ? കഷ്ടം.